എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ എയർ ചീഫ് മാർഷലായ അമർപ്രീത് സിംഗ് ഒരു പത്രസമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എന്തൊക്കെ ചെയ്തു പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12ഓളം പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റ് തച്ച് പൊട്ടിച്ചു, അതായത് തകർത്ത് കളഞ്ഞു എന്ന്. പിന്നെ അത് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഒരു നിരീക്ഷണ വിമാനം, ഒരു C-130 കാർഗോ വിമാനം, 10 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ. ഈ 10 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളിൽ JF-17 അതായത് ചൈനീസ് മെയ്ഡാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ F-16 5 F-16 US മെയ്ഡ് F-16 ഇന്ത്യ അടിച്ചിട്ടു. അതാണ് ശരിക്കും ലോകത്തെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. അതായത് ചൈനക്ക് വലിയ പ്രശ്നമില്ല. ചൈന ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിലാണ് JF-17 ചൈന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അതായത് അത് ലേറ്റസ്റ്റ് മെയ്ഡാണ് JF-17 എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക പോലും ഞെട്ടില്ല. ഡൊണാൾഡ് ട്രംപ് പോലും വലിയ ഞെട്ടൽ ഉളവാക്കിയ കാര്യമായിരുന്നു എയർ ചീഫ് മാർഷൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഫ്രഞ്ച് മീഡിയയൊക്കെ ഇന്ത്യയിലെ ഈ ഫ്രഞ്ച് ഇസ്രായേൽ മീഡിയയൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയിൽ നടക്കുന്ന ഈ ഡിഫൻസ് സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങളും ജിയോ പൊളിറ്റിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വലിയ ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് ഈ ഫ്രഞ്ച് മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ കൊടുക്കാറ്. ഈ രണ്ട് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്ത കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ F-16 വിമാനങ്ങൾ അടിച്ചിട്ടു. അതിന് ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വലിയൊരു കാരണമുണ്ട്. അതായത് ഇതിനകത്ത് ഈ F-16 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ എന്തുപയോഗിച്ചാണ് ഇത് അടിച്ചു നടത്തുന്നത് വിശദമായി പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ മേഡാണോ അല്ല ഫോറിൻ മേഡാണോ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ശരിക്കും ഇന്ത്യൻ മേഡ് നമുക്ക് തേജസ് ഉണ്ട്, അഗ്നി അതൊക്കെയുണ്ട്. അപ്പോൾ ഈ വിമാനങ്ങളൊന്നും, ഇത്തരം ഫൈറ്റർ വിമാനങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ പകരം ഉപയോഗിച്ചത് റഷ്യൻ നിർമ്മിതമായ ഫൈറ്റേഴ്സും പിന്നെ എന്താ പറയേണ്ടത് ഫ്രഞ്ച് മെയ്ഡ് ഫൈറ്റർ വിമാനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം റഫേലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ അടിച്ച് താഴ്ത്തുന്നതിൽ വിവരം വരുന്നുണ്ട്. അപ്പോൾ റഫേൽ നമ്മൾ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? അമേരിക്കക്ക് ഇത്രത്തോളം ലോകത്തിന് മുന്നിൽ നാണക്കേട് ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. അത് ഫ്രഞ്ച് മാധ്യമം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതായത് അമേരിക്കക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി ഇന്ത്യ എന്ന തരത്തിലാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ ഐക്കോണിക് ഫൈറ്റർ ജെറ്റാണ് ഈ F-16. ഈ F-16 എന്ന് പറയുന്ന സാധനം ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്ക് ഏകദേശം 70ഓളം രാജ്യങ്ങൾക്കാണ് അമേരിക്ക ഈ സാധനം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ശരിക്കും ആദ്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അമർപ്രീത് സിംഗിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ടെക്നിക്കലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഇത്ര അടിച്ചിട്ടോ അങ്ങനെ കണക്കുമായിട്ട് ആരും പുറത്തു വരില്ല. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ F-16 അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരുപാട് രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഈ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ ശത്രു രാജ്യങ്ങളാകാം, ചിലപ്പോൾ ഞങ്ങളെ സുഹൃത്ത് രാജ്യങ്ങളാവാം. അപ്പോൾ ഇന്റർനാഷണൽ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് അത് തുടർന്ന് പറയുന്നത് ശരിയല്ല. അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇത്രയും സമയമെടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അമേരിക്കയുടെ ശരിക്കും ഈ ഫ്രഞ്ച് മാധ്യമം തന്നെ പറയുന്നുണ്ട്, അമേരിക്കയുടെ ആയുധ വ്യാപാരത്തിൻ്റെ ഫ്യൂസ് ഊരി വിട്ടു എന്നാണ് ഇന്ത്യ. അതായത് F-16 അവർ ഐക്കോണിക് സാധനമാണ്. അവർ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞ് ഇത് പൊളി സാധനമാണ്, വേറെ ലെവൽ സാധനമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങളെ കൊണ്ടും പിടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ F-16. ഈ F-16 ആണ് അതായത് വലിയ രീതിയിലുള്ള, അതായത് റഷ്യൻ മെയ്ഡ് ഫ്രഞ്ച് മെയ്ഡ് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള എഫേർട്ട് ഇല്ലാതെ തന്നെ ഇവന്മാരെ അടിച്ചിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അത് ശരിക്കും അമേരിക്കയ്ക്ക് നാണക്കേടാണ്. പിന്നെ അതുമാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഈ ഒരു ഒറ്റ കാരണത്തിലാണ് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുന്നത്. ശരിക്കും അമേരിക്കയുടെ GDPയുടെ കോൺട്രിബ്യൂഷനിൽ ഏകദേശം 30-35% ആയുധ കയറ്റുമതിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ആയുധ കയറ്റുമതിയിലാണ് കടക്കലാണ് ഇന്ത്യ കത്തിവെച്ചിരിക്കുന്നത്. F-16 ആണ് അവർ ലോകത്തിൻ്റെ കൂടുതൽ രാജ്യങ്ങൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ ശരിക്കും അങ്ങ് ഒരു പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു ഇന്ത്യ. പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ വലിയ എഫേർട്ടില്ലാതെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അമേരിക്ക അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊരു രാജ്യത്തിൻ്റെയും എയർ ഡിഫൻസ് സിസ്റ്റം പോലും ഇത് ഡിറ്റക്ട് ചെയ്യില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെന്ന് അവർ പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നതാണ് ഇത് ചിലപ്പോൾ റഡാറിൽ ഡിറ്റക്ട് ചെയ്യില്ല, അത്തരത്തിലുള്ള സെറ്റപ്പ് ഇതിന് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് മെയിൻ ഫീച്ചറായിട്ട് പറയുന്നതാണ്. പക്ഷേ ഇന്ത്യ അതൊക്കെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ഇന്ത്യൻ ലാൻഡിൽ വെച്ചല്ല അവിടെ വെച്ച് തന്നെ അടിച്ച് അങ്ങ് പപ്പടമാക്കി കളഞ്ഞു. അത് ശരിക്കും അമേരിക്കയെ നന്നായി ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നേരത്തെ തന്നെ ഈ അമേരിക്ക ഇന്ത്യയുടെ മേൽ താരിഫ് ഏർപ്പെടുത്താണ്ട് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് കൂടുതലും അതിനൊരു ഊർജ്ജം കൊടുത്തേ അമേരിക്കക്ക് ഒരു എന്താ പറയണ്ടേ ഒരു താല്പര്യം കൊടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് പാകിസ്ഥാൻ വിളിച്ചിട്ട് അമേരിക്ക എടുത്ത് പറയുന്നത്? അതായത് അമേരിക്കയുടെയും കൂടി ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇവരെ തമ്മിലുള്ള ആയുധങ്ങളുടെ ഇത് വരും. ആ മുഖാമുഖം വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ആയുധങ്ങൾ ശരിക്കും എക്സ്പോസ്ഡ് ആയി പോകും. അമേരിക്കൻ ചൈനീസ് മെയ്ഡ് ആയുധങ്ങളൊക്കെ വെറും കളിപ്പാട്ടങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തിന് ഇന്ത്യ ഓൾറെഡി കാണിച്ചു കൊടുത്തു. പക്ഷെ വലിയ രീതിയിൽ അവർ എക്സ്പോസ്ഡ് ആയി പോകും. ശരിക്കും അവരെ കടപൂട്ടിപ്പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റും ഡിമാൻഡും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു.
അപ്പോൾ യുദ്ധം നീണ്ടുപോകേണ്ടത് അമേരിക്കയും കൂടി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങനെ വിളിച്ചിട്ട് അമേരിക്കയോട് പറഞ്ഞു, അമേരിക്ക ഇന്ത്യയോട് സംസാരിച്ചു. പക്ഷേ അമേരിക്ക ഇന്ത്യയോട് സംസാരിച്ചിട്ടല്ല ഇന്ത്യ വഴങ്ങിയത്. അത് പിന്നീട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ച സമയത്ത് ഡൊണാൾഡ് ട്രംപ് വലിയ സോഷ്യൽ ട്രൂത്തിലൂടെ വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയില്ലേ. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ കേട്ടു, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ചത്. അങ്ങനെയല്ലാന്ന് ഇന്ത്യ പിന്നീടും പറഞ്ഞു, പാകിസ്ഥാൻ തന്നെ പറഞ്ഞു. അതായത് അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ കേട്ടില്ല, പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരിക്കും അമേരിക്കക്ക് അന്താരാഷ്ട്ര തലത്തിലും വലിയ രീതിയിലുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഡാമേജ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യക്ക് മേലെ താരിഫ് ഏർപ്പെടുത്തിയിട്ട് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതാക്കിയിട്ട് അമേരിക്കയുടെ വരുതിയിൽ നിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ഈ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇപ്പോൾ കരാറിലേർപ്പെട്ടിരിക്കുകയാണ് ഈ F-16 വേണ്ടിയിട്ട് പല ഏകദേശം 45 രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഈ കരാറിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നില്ല ഒരു റിപ്പോർട്ടും കൂടി പുറത്തു വന്നിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അതൊക്കെ ശരിക്കും അമേരിക്ക ബഗിളി പിടിപ്പിച്ച് അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം വലിയ കോടിക്കണക്കിന് ബില്യൺസ് ഇത് വരുന്ന US ഡോളർ കോൺട്രാക്റ്റാണ് ഈ രാജ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. അവർക്ക് മനസ്സിലായി ഇതിന് വെറും കളിപ്പാട്ടത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും പൈസ മുടക്കേണ്ടതെന്ന് ശരിക്കും ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അവർക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഈ 45 രാജ്യങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷം പല ക്വസ്റ്റ്യൻസുമായിട്ട് അമേരിക്കയുടെ മുന്നിൽ ചെന്നു. അതായത് ഇന്ത്യ ഉയർത്തിയ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ പല പോയിന്റ്സും, അതായത് എങ്ങനെ അതായത് തങ്ങളുടെ രാജ്യത്തേക്ക് വരാതെ തന്നെ അവിടെ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കി പപ്പടമല പൊട്ടിച്ച് കളഞ്ഞു, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ തുടങ്ങി അമേരിക്കയുടെ അടുത്ത്. അപ്പോൾ ഈ പല രാജ്യങ്ങൾക്കും ഡിഫൻസ് സെക്ടറിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഫ്രാൻസായിട്ട് സൈൻ ചെയ്യുക, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. റഫേൽ അടുത്ത വർഷം ഒരു 100 റഫേൽ വേണമെന്ന്. അപ്പോൾ ഒരു 2 വർഷമാണ് സമയം ചോദിച്ചതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ക്ലോസ് ഉണ്ട്. അതായത് ഏകദേശം നമ്മൾ ഇപ്പോൾ 100 ദിവസമാണെങ്കിൽ ഒരു 70 ദിവസത്തിനിടയിൽ നമുക്ക് കോൺട്രാക്ട് വിഡ്രോ ചെയ്യാനുള്ള ക്ലോസ് ചില രാജ്യങ്ങൾ വെക്കും. അതായത് നമ്മളാണല്ലോ പൈസ കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഇൻ്റർനാഷണലായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു ക്ലോസും കൂടി എഴുതി വെക്കും. അപ്പോൾ ചില രാജ്യങ്ങൾ സമ്മതിക്കില്ല. പക്ഷേ പവർഫുൾ രാജ്യങ്ങൾക്ക്, ഇന്ത്യ പോലെ രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളായിട്ടും ഇങ്ങനെ ഡിഫൻസ് സെക്ടറിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 100 ദിവസമാണെങ്കിൽ ഒരു 70 ദിവസം വരെ നമുക്ക് എന്താ പറയുക അതിനുള്ളിൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ക്ലോസും കൂടെ അതിന് വെക്കും. അപ്പോൾ ഈ 45 രാജ്യങ്ങൾ അമേരിക്കയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് F-16 വിമാനങ്ങൾ സൈൻ ചെയ്ത് അവരങ്ങനെ ക്ലോസ് വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ ഈ കോൺട്രാക്റ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമേരിക്കയുടെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ അമേരിക്കയുടെ GDPയുടെ 30% കോൺട്രിബ്യൂഷൻ വരുന്നത് ആയുധ കയറ്റുമതിയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കടക്കൽ തന്നെയാണ് ഇന്ത്യ കത്തിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കഴപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കഴപ്പാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് താരിഫ്, ഇത് H-1B വിസ പലതരത്തിലും കാര്യങ്ങളായിട്ട് ഇന്ത്യ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നതല്ല വിഷയം. നിങ്ങൾക്കറിയോ, അമേരിക്ക റഷ്യയുടെ പക്കൽ നിന്ന് യുറാനിയം വാങ്ങുന്നുണ്ട്. അമേരിക്കയിൽ പോകുന്ന ഏകദേശം 40% യുറാനിയം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡബിൾ സ്റ്റാൻഡ് അമേരിക്ക സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പോൾ അതല്ല വിഷയം, ഓയിൽ വാങ്ങുന്നതല്ല വിഷയം, അല്ല റഷ്യയായിട്ടുള്ള ട്രേഡ് ഡീലല്ല വിഷയം. അമേരിക്കയുടെ വിഷയം ഇത് തന്നെയാണ്. ഇന്ത്യ അമേരിക്കയുടെ നടുപൊടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്താണെന്നില്ല, ഇന്ത്യയുടെ പവർ എന്താണെന്ന് ശരിക്കും കാണിച്ചു കൊടുത്തു. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ കിരാന ഹിൽസിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവോർജ്ജം, അത് ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അത് അമേരിക്കക്ക് പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾക്ക് പോലും അറിയുമെന്ന് അറിയില്ല. ഈ കിരാന ഹിൽസിൽ ആണവോർജ്ജം സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അത് അമേരിക്കയാണ് അതിൻ്റെ ഫുൾ കൺട്രോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഓണർ അമേരിക്ക ആണെന്നില്ല കിംവദന്തിയൊക്കെ വരുന്നുണ്ട്. അമേരിക്കയും സൗദിയൊക്കെ ആണെങ്കിൽ ഫണ്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതിനൊക്കെ വിവരങ്ങൾ ഇന്ത്യക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഞാൻ പറയട്ടെ, ഇന്ത്യ ഇപ്പോഴും GDP 7.1 ട്രില്യൺ US ഒരു GDP ഒരു രാജ്യമാണ്. ഒന്ന് ആലോചിക്കുക, ആ രാജ്യമാണ് ഇത്തരത്തിലുള്ള ലോക പോലീസായ അമേരിക്കയുടെ സംഭവങ്ങളൊക്കെ എന്താ പറയുക തച്ച് തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 10 ട്രില്യൺ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? അമേരിക്കയുടെ ഇവിടെ നിലം തൊടിക്കില്ല. അങ്ങനെയാണെങ്കിൽ 10 ട്രില്യൺ മതി നമുക്ക്. ഈ 7.1 ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ 10 ട്രില്യൺ ആയി കഴിഞ്ഞാൽ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തുടക്കത്തിൽ തന്നെ ഇവന്മാരെ ഇല്ലാതാക്കി കളയാം, എന്താ പറയണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണെന്നുള്ള നല്ല ബോധ്യം അമേരിക്കക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും. പിന്നെ അത് മാത്രമല്ല, ഈ ഓരോ സാമ്പത്തിക ഇതൊക്കെ ഇമ്പോസ് ചെയ്തിട്ട്, താരിഫൊക്കെ ഇമ്പോസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും നമ്മുടെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിൻ്റെ പ്രഖ്യാപനത്തിൽ ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.